ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ എടത്തനാട്ടുകരയിൽ ഏത് സമയത്ത് സംസാരിക്കാൻ വന്നാലും ആദ്യം ഓർത്തു വെക്കുന്ന ഒരു കാര്യം, ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചത്. 2002 പ്രശ്നകലുഷിതമായ സന്ദർഭത്തിൽ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നിരുന്നു. അപ്പോൾ ഒരാൾ സ്റ്റേജിലേക്ക് ചോദിച്ച ചോദ്യമാണ്, വളണ്ടിയർ കോർ എന്ന് പറയുന്നൊരു ടീം ഒരു നുണ പറയൽ മത്സരം നടത്തിയിട്ടുണ്ട്. അത് പറഞ്ഞത് ആ നുണ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത്. ഞാൻ ഒരു മറിച്ചൊരു ചോദ്യം ചോദിച്ചു. ഒരാൾ സ്വയം അവകാശപ്പെടുന്നു, ഞാനൊരു നുണ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അയാളൊരു പെരും നുണയനാണ് എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നു. ആ പെരും നുണയനായിരിക്കുന്ന ആൾ രണ്ടാമത് പറയുന്ന കാര്യം വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് ആ കള്ളനെ പിടിച്ച് വിടുന്നതാണ്. പിന്നീട് അദ്ദേഹം അതാർക്കോ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, ഏതൊരു മുസ്ലിയാക്കാണ്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് തന്നെ, തുടങ്ങുന്നതന്നെ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞ കഥ അല്ല നുണ, ഞാൻ പറഞ്ഞ കഥ അല്ല നുണ, അങ്ങനെയാണ്. അപ്പം എന്താ സംഭവം? എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു കഥ പറയൽ മത്സരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം മനസ്സിലാവും. അതിനെയാണ് നുണ പറയൽ മത്സരം എന്നാക്കി മാറ്റി, ഞാൻ തന്നെയാണ് അതിൽ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ആൾ എന്ന് അവകാശപ്പെട്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കാനും ഇകഴ്ത്താനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ സ്വയം നാറാൻ ശ്രമിച്ചാൽ മറ്റുള്ളവരെ നാറ്റിക്കുക എന്നല്ല കുറച്ചുകൂടി എളുപ്പമുള്ള പണിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം ഈ നാട്ടിൽ നിന്നുണ്ടായതുകൊണ്ട് ഇവിടെ എപ്പോൾ വരുമ്പോഴും അത് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാഹി പ്രസ്ഥാനം ലോകാടിസ്ഥാനത്തിലും ദേശീയാടിസ്ഥാനത്തിലും കേരളാടിസ്ഥാനത്തിലുമൊക്കെ അതിൻ്റെ പല വൈവിധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന രൂപത്തിൽ കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങളാണ്. എന്നാൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും സംഘടനകൾ, ഏതെങ്കിലും സംഘങ്ങൾ എല്ലാ കാര്യത്തിലും സംഘടനാപരമായും ആദർശപരമായും നയനിലപാടുകളിലുമൊക്കെ ഒരേപോലെ ഒരച്ചിൽ വാർത്ത പോലെ നിലകൊള്ളുന്ന ഒന്നുമില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ സാമൂഹ്യമായിരിക്കുന്ന സാഹചര്യങ്ങളോട് ഇണങ്ങി നിന്നുകൊണ്ട് ഇവിടെ സംഘടിതമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന പ്രസ്ഥാനം ആണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന് ലോകാടിസ്ഥാനത്തിലും ദേശീയാടിസ്ഥാനത്തിലും ഒക്കെയുള്ള പല പണ്ഡിതന്മാരോടും പല നേതാക്കന്മാരോടുമൊക്കെ പല കാര്യങ്ങളിലും ബന്ധമുണ്ട്, യോജിപ്പുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും എല്ലാവരോടും ഒരിക്കലും യോജിപ്പില്ല, ഉണ്ടാവില്ല. ഈ പ്രസ്ഥാനത്തിന് ഇത് ഇവിടെ ഉത്ഭവിച്ചിരിക്കുന്ന, ഇവിടെ രൂപീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ വാലാണെന്നോ തലയാണെന്നോ ഉടലാണെന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുമായി അല്ലെങ്കിൽ സംഘങ്ങളുമായി എല്ലാ വിഷയത്തിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ നിലപാടുകളിലും ഒരേ അവസ്ഥയാണ് എന്നോ ആർക്കും പറയാൻ കഴിയില്ല. ആരും അങ്ങനെ പറയില്ല. അങ്ങനെ പറയുന്നുവെങ്കിൽ അവർക്ക് തെളിയിക്കാനും കഴിയില്ല. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. എന്നാൽ
ലോകത്തുള്ള പല പണ്ഡിതന്മാരുമായും നേതാക്കന്മാരുമായും ഒക്കെ നമുക്ക് ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് എന്ന വിഷയത്തിൽ അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആണെങ്കിലും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ആണെങ്കിലും ഇനി ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ മുൻകാലത്ത് കഴിഞ്ഞു പോയവരായിരിക്കുന്ന ഏത് പണ്ഡിതന്മാരാണെങ്കിലും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് എന്ന് വാദിക്കുകയും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് സ്വാഭാവികമായി ആ വിഷയത്തിൽ യോജിപ്പുണ്ടാവും. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ അടിത്തറ ഏകദൈവാരാധനയാണ്. ആ കാര്യത്തിലും അങ്ങനെയുള്ള പല പണ്ഡിതന്മാരുമായി നമുക്ക് യോജിപ്പുണ്ടാവും. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ പറയുന്ന അതേ അഭിപ്രായം സ്വീകരിക്കുകയോ ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുകയോ അവർ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു വെച്ചാൽ അതിനെതിരാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട ഒരു ബാധ്യതയില്ല. എന്താ കാരണം? അങ്ങനെയുള്ള ബന്ധങ്ങളില്ല. ഞാൻ സൂചിപ്പിച്ചത് അവർ അവരുടെ നാടുകളിൽ അവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിർവഹിച്ചു പോയിട്ടുള്ളത്. ഇവിടുത്തെ സാഹചര്യത്തിലാണ്. കേരളത്തിൽ ഒറ്റയും തെറ്റയുമായി നടന്നിരുന്ന കൊച്ചു കൊച്ചു പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു ഏകീകരണമാണ് 1924 കേരള ജംഇയ്യത്തുൽ രൂപീകരണത്തോടെ വരുന്നത്. അന്ന് രൂപീകരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ആശയത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടൊന്നുമല്ല. കേരളത്തിൽ ഇസ്ലാമിക ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് എല്ലാ ഐറ്റം പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരിൽ സഹകരിക്കാവുന്നവരൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഒരു സംഘം രൂപീകരിക്കുന്നത്. ആ സംഘം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായി ആ സദസ്സിന് ഒരു പണ്ഡിതൻ ചോദിച്ച ചോദ്യം എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് വർഷം കേട്ടതാണ്. പക്ഷേ ഈ വിഷയത്തിലേക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നു. എന്താ ചോദിച്ചത്? ഇങ്ങനൊരു സംഘടന രൂപീകരിക്കാൻ, ഒരു സംഘത്തെ രൂപീകരിക്കാൻ എന്താണ് ദലീലുള്ളത്, എന്താണ് തെളിവുള്ളത്? അപ്പോൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന് തുടങ്ങുന്ന ആയത്ത്. നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു ടീം ഉണ്ടാവട്ടെ എന്ന ആഹ്വാനം ചെയ്യുന്ന ആയത്ത്. ഇത് ഓതിയപ്പോൾ ആ പണ്ഡിതനായിരിക്കുന്ന ആൾ എണീറ്റ് പറഞ്ഞത്, നിങ്ങൾ ഓതിയത് ഖുർആന്റെ ആയത്താണ്, ഞാൻ ചോദിച്ച ദലീലാണ്. നിങ്ങൾ ഓതിയത് ഖുർആനിൻ്റെ ആയത്താണ്, ഞാൻ ചോദിച്ച ദലീലാണ്, അഥവാ തെളിവാണ്. എന്താ ഇതിനർത്ഥം? അതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു വിഷയം പറഞ്ഞു കൊടുത്താൽ, പഠിപ്പിച്ചു കൊടുത്താൽ, ഇന്നതാണ് ഇതിൻ്റെ ഖുർആനികമായിരിക്കുന്ന വശമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് സ്വീകരിക്കാവുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല പല പണ്ഡിതന്മാരും. പകരം അവർക്ക് തെളിവാകണമെങ്കിൽ, ദലീലാകണമെങ്കിൽ ഏതെങ്കിലും കിതാബുകളിൽ, അൽ കിതാബ് എന്ന് പറയുന്ന ഖുർആനല്ലാത്ത വേറെ ഏതെങ്കിലും കിതാബുകളിൽ ഏതെങ്കിലും പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ഇമാമുമാർ അവരാരെങ്കിലും എഴുതി വെക്കണം. എന്നിട്ട് അവരുടെ ഒരു കൗല്, അവരുടെ ഒരു വാക്ക്, അവരുടെ ഒരു അഭിപ്രായം അതെടുത്തു പറയുമ്പോഴേ എന്താവുള്ളൂ? ദലീലാവുകയുള്ളൂ. ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്താ? അങ്ങനെ വാദിച്ചിരിക്കുന്ന ആളുകളും എന്നാൽ അതിനൊക്കെ മറുപടി പറഞ്ഞ് നവോത്ഥാന രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ചു വന്നിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഈ വിഷയത്തിൽ ഇന്ന് ഒരേ നിലപാടുകാരാണ്. ഒരേ നിലപാടുകാർ. എന്താ? വിശുദ്ധ ഖുർആനിലൂടെയോ പ്രവാചക ചര്യയിലൂടെയോ വളരെ വ്യക്തമായി കൃത്യമായി ഒരു വിഷയം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമ്പോഴും, അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ തെളിവായി പ്രമാണമായി ആർക്കും ബോധ്യമാകുന്ന വ്യക്തി തന്നെ ഖുർആനിൻ്റെ ആയത്തോ അല്ലെങ്കിൽ പ്രവാചകരുടെ സ്വഹീഹായിരിക്കുന്ന ഹദീസോ എടുത്തുദ്ധരിച്ചാൽ ഉടനെ ചോദിക്കും, ഇത് ഏത് പണ്ഡിതനാ പറഞ്ഞത്? മുൻഗാമികളായിരിക്കുന്ന ഏത് പണ്ഡിതന്മാരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ ആയത്തിനെ, ഈ ഹദീസിനെ, ഈ വിഷയത്തിൽ തെളിവാക്കിയത് ആരാണ് എന്ന് പറഞ്ഞാൽ, ഖുർആനിനെയും പ്രവാചക ചര്യയെയും സ്വീകരിക്കണമെങ്കിൽ അത് ഇന്ന ഇന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുമായി പൊരുത്തപ്പെട്ടെങ്കിലേ പറ്റൂ. എന്തിനാണ് താരതമ്യം ചെയ്യുന്നത്? അൽ കിതാബ് എന്ന് പറയുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തെ അത് സ്വീകരിക്കണമെങ്കിൽ
ഇന്ന ഇന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായത്തോട് ആ വിഷയം യോജിച്ചു വരണം, എങ്കിലേ സ്വീകാര്യമാകൂ. ആ തലത്തിലേക്കാണ് ഇന്ന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതത്ര നിസ്സാരമായ സംഗതിയല്ല, അത്ര നിസ്സാരമായ സംഗതിയല്ല. മറിച്ചല്ലേ വേണ്ടത്. മദ്ഹബിന്റെ പണ്ഡിതന്മാരൊക്കെ മറിച്ച പറഞ്ഞു. ഇമാം ഷാഫി അടക്കമുള്ള പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു, ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ് ഫഅമലു ബിൽ ഹദീസ് വദ്രിബു ബി കലാമി അൽ ഹൈ. നിങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ വാക്കുകൾ പ്രവാചകചര്യയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. പ്രവാചകചര്യയുമായി എൻ്റെ വാക്കുകൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇല്ലെങ്കിലോ, എൻ്റെ അഭിപ്രായങ്ങൾ പ്രവാചകചര്യയുമായി പൊരുത്തപ്പെടുന്നില്ല, യോജിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എൻ്റെ അഭിപ്രായമാണോ? അല്ല, എൻ്റെ അഭിപ്രായത്തെ ചുമരുകൾക്കപ്പുറത്തേക്ക് വലിച്ചെറിയണം, എന്നിട്ട് പ്രവാചകചര്യ സ്വീകരിക്കണം എന്ന് പറഞ്ഞവരാ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാംമാരടക്കമുള്ള പണ്ഡിതന്മാർ. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ? ഖുർആനെയും പ്രവാചകചര്യയെയും ആ പണ്ഡിതന്റെ അഭിപ്രായവുമായി ഈ പണ്ഡിതന്റെ അഭിപ്രായവുമായി അങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങളുമായി യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം സ്വീകരിക്കാൻ. എന്തുമാത്രം വലിയ വ്യതിചലനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, 924 ജമിയത്തുൽ രൂപീകരിക്കുമ്പോൾ ഖുർആൻ മതിയാവാതെ മറ്റു ദലീലുകൾ ചോദിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്തു? 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറെ സംഘടന ഉണ്ടാക്കി. ജമിയത്തുൽ തന്നെ ഉണ്ടായിരുന്നവരാ. എന്താ അവർ വേറെ പോകാൻ കാരണം? നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അന്നത്തെ കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്തമുള്ള പണ്ഡിതന്മാർ അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പ്രസ്ഥാനത്തിന്റെ ബാനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അതിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ തൗഹീദി പ്രഭാഷണം നിർവഹിച്ചു, പ്രബോധന പ്രവർത്തനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ ആ സമയത്ത് അവർ ഉപയോഗിച്ചത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിന്റെ ആയത്തുകൾ ദീർഘമായി ആളുകളിലേക്ക് അങ്ങനെ ദീർഘമായി സംസാരിച്ചുകൊണ്ട് ആളുകളിലേക്ക് വിഷയം എത്തിച്ചു കൊടുത്തു. സ്വാഭാവികമായി മറ്റു പലരുടെയും പല ആശയങ്ങളും അവിടെ തകർന്നടിഞ്ഞു പോവുകയാണ്. ആ സമയത്താണ് ഇനിയും ഇവരുടെ കൂടെ നിന്നാൽ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയില്ല എന്ന് കരുതിയിരിക്കുന്ന കുറച്ച് പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ വേറെ സംഘടന ഉണ്ടാക്കി. ആ സംഘടനക്കും അവരുടെ പേര് കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ്. ആദ്യത്തെ സംഘടനയ്ക്ക് പേര് കേരള ജമിയത്തുൽ ഉലമ എന്നാണ്. ഇവരും നൽകിയിരിക്കുന്ന പേര് കേരള ജമിയത്തുൽ ഉലമ എന്ന് തന്നെയാണ്. പക്ഷേ അത് രജിസ്ട്രേഷന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ വേറെ സംഘടന നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അഥവാ 924 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയപ്പോൾ അവരെന്ത് ചെയ്തത്? അവരുണ്ടാക്കിയിരിക്കുന്ന കേരള ജമിയത്തുൽ ഉലമ മുമ്പിൽ സമസ്ത എന്നൊരു പദം ചേർത്തു. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയായി. ഞാൻ സൂചിപ്പിച്ചത്, ഒന്നാമതായി ഈ ആശയത്തെയും ഈ സംഘടിത സംവിധാനത്തെയും വിട്ടേച്ച് പോയി മറ്റൊന്നുണ്ടാക്കിയവരാണ് സമസ്തക്കാർ. ഇരിക്കട്ടെ, കുറച്ച് മുന്നോട്ട് പോയി 940-കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ കൊടുമ്പിരി കൊണ്ട് കൊള്ളുന്ന സമയം കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരും, വേറെ ആർക്കും അവകാശപ്പെടാൻ കേട്ടോ, മുജാഹിദ് പണ്ഡിതന്മാർ വക്കം മൗലവിയും KM മൗലവിയും KM സീതി സാഹിബും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഈ മൊയ്ദ് മൗലവിയും മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ള മുജാഹിദ് പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് അതേ കരങ്ങളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ചാളുകൾക്കൊരു സംശയം, എന്താ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അത് ശാപം കിട്ടുന്ന പണിയല്ലേ, നമ്മൾ സ്വീകരിക്കാൻ പാടുണ്ടോ? മാത്രമല്ല അത് പടച്ചവന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കുന്ന പദ്ധതിയാവില്ലേ എന്നു കരുതി ഈ മുജാഹിദുകളുടെ തൗഹീദ് ശരിയല്ല, അത് പൂർണ്ണമല്ല, അതിൽ ശിർക്ക് വന്നിട്ടുണ്ട്, അതിൽ വ്യതിയാനമുണ്ടായിട്ടുണ്ട് എന്നാക്ഷേപിച്ചുകൊണ്ട് കുറച്ചാൾക്കാർ KC അബ്ദുള്ള മൗലവിയുടെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോയി. അവരെന്ത് ചെയ്തു? ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം രൂപീകരിച്ചു. എന്താ പോകാൻ കാരണം? മുജാഹിദുകളുടെ തൗഹീദ് ശരിയല്ല. എന്താ ശരിയല്ല എന്ന് പറയാൻ കാരണം?
അവർ ഈ രാജ്യത്തെ ഭരണകൂടത്തെ അനുസരിക്കാനും അംഗീകരിക്കുവാനും തയ്യാറാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ രൂപത്തിൽ മുജാഹിദുകളുടെ തൗഹീദ് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു ടീം കൂടി രംഗത്ത് വന്നു. അതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം KC അബ്ദുള്ള മൗലവിയുടെ നേതൃത്വത്തിൽ, മുഹമ്മദ് രാജിയുടെയും. തീർന്നില്ല, കുറച്ചുകൂടി മുന്നോട്ട് പോയി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ ശക്തമായി സംസാരിക്കുകയും തൗഹീദി പ്രബോധന രംഗത്ത് ഒരു വേള ആ കാലത്ത് സാധ്യമാകുന്ന ഒട്ടേറെ സേവനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ള പണ്ഡിതൻ അബുൽ ഹസൻ മൗലവി. അബുൽ ഹസൻ മൗലവി ആരാ? അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ പേരാണ് ചേകനൂർ. എടപ്പാളടുത്തൊരു സ്ഥലമാണത്. അപ്പോൾ ചേകനൂർ അബുൽ ഹസൻ മൗലവി അദ്ദേഹം പുതിയൊരു വാദം ഉന്നയിച്ചു. ആ വാദം എന്തായിരുന്നു? മുജാഹിദുകളുടെ തൗഹീദ് പൂർണ്ണമല്ല. കാരണം നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്നുണ്ട്. അത് തൗഹീദിന് വിരുദ്ധമാണ്, ഏകദൈവാരാധനയ്ക്ക് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി അദ്ദേഹം രംഗത്ത് വന്നു. അദ്ദേഹം അങ്ങനെ വന്നിട്ട് പിന്നെ അദ്ദേഹം പോയതും കൊണ്ടാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നായ പ്രവാചകചര്യയെ നിരാകരിക്കുവാനുള്ള മാർഗങ്ങളാണ് തേടിയത്. അങ്ങനെ നിരാകരിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം തൻ്റെ കർമ്മങ്ങളിൽ മാറ്റം വരുത്തി. 5 വക്ത് നമസ്കരിക്കുന്ന മുസ്ലിങ്ങളോട് 5 വക്ത് നമസ്കാരമില്ല, 3 വക്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി വാദിച്ചു, സംവദിക്കാൻ തയ്യാറായി. അവിടെ മുസ്ലിം പണ്ഡിതന്മാർ ചോദിച്ച ചോദ്യമുണ്ട്. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ പ്രധാനമായിട്ടും. 3 വക്ത് 5 വക്തിന് തെളിവ് നോക്കുന്ന മുമ്പ്, 3 വക്തിനും തെളിവ് നോക്കുന്ന മുമ്പ് ഒരൊറ്റ വക്ത്, അതിലെ ഒരൊറ്റ റക്അത്ത് എങ്ങനെ നമസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, പ്രവാചകചര്യ പാടില്ല, വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എങ്ങനെ ഒരു റക്അത്ത് നമസ്കരിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒന്ന് കാണിച്ചു തരണം, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ആ ആവശ്യം ഉന്നയിക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം അദ്ദേഹം പരാജയപ്പെടുകയും പിന്നോട്ട് പോവുകയും ചെയ്തതാണ് നമ്മൾ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ടീമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ വാദഗതികൾ ഉന്നയിക്കുന്ന ആളുകളെ കുറിച്ചാണ് ചേകനൂരികൾ എന്ന് പിൽക്കാലത്ത് പറഞ്ഞു വന്നത്. ഇന്ന് ചേകനൂർ അബുൽ ഹസൻ മൗലവിയും ഇല്ല, അദ്ദേഹത്തിൻ്റെ വാദഗതികളും അതുപോലെ ഇല്ല. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയ സംഘത്തിൻ്റെ പേരാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ആ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എവിടെ എത്തി? ഈ വാദത്തിന് പിന്നെയും കുറേ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയപ്പോൾ 3 വക്ത് നമസ്കാരം പോയിട്ട് ഒറ്റ വക്ത് നമസ്കാരം പോലുമില്ല. അഖിമുസ്സല എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വ്യവസ്ഥയെ നിലനിർത്തുക എന്നർത്ഥം. അവരുടെ അർത്ഥം പറഞ്ഞു. വാത്തു സക്ക എന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നത നിലനിർത്തുക, അല്ലെങ്കിൽ സംസ്കാര സമ്പന്നനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരമില്ല, സക്കാത്തുമില്ല. ഇത് സംബന്ധമായി ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് അല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവും, 10-12 വർഷം മുമ്പ് ആ ടീമുമായി തിരൂരിൽ വെച്ച് നമ്മൾ സംവാദം നടത്തിയിരുന്നു, അബ്ദുസ്സലാം സുലൈമിയുടെ നേതൃത്വത്തിൽ. ആ സംവാദത്തിൽ ആദ്യാവസ്ഥാനം അന്നും നമ്മൾ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, 3 വക്ത് നമസ്കാരം ഇരിക്കട്ടെ, ഒരൊറ്റ വക്തിലെ ഒരൊറ്റ റക്അത്ത് എങ്ങനെ നമസ്കരിക്കണമെന്ന് ഖുർആനിൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരണം. ഒറ്റ ഹദീസ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അന്ന് ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ വിഷയം എന്താ? ഇസ്ലാമിലെ പ്രമാണം ഖുർആൻ മാത്രമാണെന്നവരും പ്രവാചകചര്യയും അടിസ്ഥാന പ്രമാണം തന്നെയാണ് എന്ന് നമ്മളും. അപ്പോൾ പ്രവാചകചര്യ സ്വീകാര്യമല്ല എന്ന് പറയുന്ന ആളുകൾ ഖുർആനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു റക്അത്ത് നമസ്കാരമെങ്കിലും നിർവഹിച്ചു കാണിക്കുമെന്ന് ചോദിച്ചത്. ആ ചോദ്യം വൈകുന്നേരം, രാവിലെ തുടങ്ങിയിരിക്കുന്ന പ്രോഗ്രാം വൈകുന്നേരം അവസാനിക്കുമ്പോഴും ചോദ്യമാക്കിയിരുന്നു. പ്രതികരിച്ചില്ല. ആ സംവാദം കഴിഞ്ഞ് ഏതാണ്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് ആ സംവാദത്തിന് അപ്പുറത്ത് നേതൃത്വം കൊടുത്തിരിക്കുന്ന ആളുടെ ഒരു ഇൻ്റർവ്യൂ അവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ വന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്, ഒരു റക്അത്ത് നമസ്കാരമെങ്കിലും എങ്ങനെയാണ് ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുക എന്ന് ചോദിച്ചിട്ട്, അത് പല പ്രാവശ്യം ആവർത്തി ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മറുപടി വരാതിരുന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി തരുക അതിൽ ഈ അഭിമുഖത്തിൽ, അത് സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ ഖുർആൻ പറഞ്ഞിരിക്കുന്ന സ്വലാത്ത് എന്ന് പറഞ്ഞാൽ
ഈ പറയുന്ന രൂപത്തിലുള്ള നമസ്കാരമേ അല്ല. ഇപ്പോഴാണ് മനസ്സിലായത്. അവരോട് എന്തായി? നമസ്കാരം തന്നെ പോയി. ഇതാണ് ചേകനൂരികൾ. ഞാൻ സൂചിപ്പിച്ചെന്തരോ, അബുൽ ഹസൻ മൗലവി ചേകനൂരിന് വരെ 3 വക്ത് നമസ്കാരമുണ്ട് എന്ന വാദമായിരുന്നുള്ളത്. എന്നാൽ അവിടുത്തെ പുതിയ ആൾക്കാർ ഒറ്റ വക്ത് നമസ്കാരം ആവശ്യമില്ല, നമസ്കാരമില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, നോമ്പിനെ കുറിച്ച് എന്തോ ഒരു പരാമർശം അവിടെ കാണുന്നുണ്ട്. രസകരമായ പരാമർശമാണ്. എന്താണ്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അവിടെ ഈ ചങ്ങാതിമാർ പറഞ്ഞ ഒരു വിവക്ഷയുണ്ട്, ഒരർത്ഥം. ഷഹറു എന്നല്ല, ഷഹറ റമദാൻ എന്നാണ്. ഷഹറ എന്ന് തന്നെ വെളിപ്പെട്ടു. അവർ പറഞ്ഞ അർത്ഥം എന്താ വെളിപ്പെട്ടത്? റമദാൻ എന്നാൽ കുഴപ്പം എന്നർത്ഥം. അപ്പൊ കുഴപ്പം വെളിപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെതിരെ പ്രതികരിക്കണം. കുഴപ്പത്തിനെതിരെ അതിനടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കണം. അതാണ് സൗമ്. അതാണ് സൗമ്. നോമ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നോമ്പ് എന്ന് പറയുന്ന സൗമിൻ്റെ അർത്ഥം അതാണെന്നാണ്. തീർന്നോ? ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു, അല്ല ചങ്ങായിമാരെ, കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പമുണ്ടാകുന്ന സമയത്തല്ലേ നമ്മൾ പിന്നെ അതിനെ അമർത്താൻ നോക്കേണ്ടത് അല്ലേ? അപ്പോഴല്ലേ നോക്കേണ്ടത് ആണ്. എന്നാൽ ഈ ആയത്തിൻ്റെ ബാക്കി പറയുന്നുണ്ട്, ഫൈൻ കുൻതും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. കുഴപ്പം നടക്കുന്നപ്പോഴാണ് നിങ്ങൾ കുറച്ച് തിരക്കിലാണ്. ആര്? നിങ്ങൾ കുറച്ച് തിരക്കിലാണ്. ചിലപ്പോൾ രോഗമാകാം, അല്ലെങ്കിൽ യാത്രയാവാം. അതുകൊണ്ട് എപ്പോഴാ സൗകര്യപ്പെടാ അപ്പോൾ വന്നിട്ട് തടുത്തോളുണ്ട് എന്നാണോ? അപ്പോൾ ഒന്ന് അടിച്ചമർത്തിക്കോളൂ. അപ്പം ഇങ്ങനെയുള്ള ഞമ്മളല്ലോ നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും എല്ലാം വെടിഞ്ഞിരിക്കുന്നൊരു ടീം. ആ ടീമാണ് ചേകനൂരികൾ. അങ്ങനെ ഒരു ടീം. അതുപോട്ടെ. പിന്നെ കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയിൽ സ്വാഭാവികമായി പണ്ഡിതന്മാരല്ലേ, ചില വിഷയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിലും. അങ്ങനെ ഇരിക്കെ പ്രസ്ഥാനത്തിന് കുറച്ചുകൂടെയൊക്കെ സാമ്പത്തികമായിരിക്കുന്ന സൗകര്യമായി, സ്ഥാപനങ്ങളായി, കുറേ കൂടി പണ്ഡിതന്മാരായി, നേതാക്കന്മാരായി, പഴയ അവസ്ഥയിൽ നിന്ന് വിട്ട് ധാരാളം ആളുകൾ ഇതിൻ്റെ അംഗങ്ങളായി മാറി. ഏറെക്കുറെ മിക്ക ഇടങ്ങളിലും മിക്ക നാടുകളിലും പ്രസ്ഥാനത്തിന് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളൊക്കെ വന്നു. അങ്ങനെയൊക്കെ വന്ന സമയത്ത് 1990കളിൽ ഒരു പുതിയ മുതൽ മെല്ലെ അവിടെ ഇഞ്ചക്ട് ചെയ്യാൻ നോക്കി. നേർക്ക് നേരെ പെട്ടെന്നറിയാത്ത വിധത്തിൽ. ഏതുപോലെ ഇപ്പം ഈ നമുക്കറിയില്ല കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. ചില ഫ്രൂട്ട്സിലൊക്കെ എന്തൊക്കെയോ അടിച്ചു കയറ്റാറുണ്ടെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഇഞ്ചക്ട് ചെയ്തിട്ട് എന്തോ വിഷമൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ആ അവസ്ഥ അങ്ങനെ നിലനിർത്താൻ പറ്റുന്ന എന്തൊക്കെ അടിച്ചു കയറ്റാറുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ചില മുതലുകൾ പ്രസ്ഥാനത്തിനകത്ത് അടിച്ചു കയറ്റാൻ ശ്രമിച്ചു 1990കളിൽ. ആ അടിച്ചു കയറ്റാൻ ശ്രമിച്ചിരിക്കുന്ന മുതലിൻ്റെ പേരാണെന്ത്? അവർ പരിചയപ്പെടുത്തിയിരിക്കുന്ന സലഫിയത്ത്. ആ അടിച്ചു കയറ്റാൻ ശ്രമിച്ചിരിക്കുന്ന മുതലിൻ്റെ പേരാണ് സലഫിയത്ത്. ആ സലഫിയത്ത് തന്നെയാണ് മൻഹജു സലഫ് എന്നൊക്കെ വരുത്തി തീർക്കാൻ പിന്നീട് പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മൻഹജ് സലഫും ഇവർ ഇറക്കുമതി ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ അടിച്ചു കെട്ടാൻ ശ്രമിച്ചിരിക്കുന്ന സലഫിയത്തും തമ്മിൽ കടലും കടലാടിയും പോലെ തമ്മിലുള്ള ബന്ധം പോലുമില്ല. അത് രണ്ട് തന്നെയാണ്. അത് രണ്ട് തന്നെയാണ്. എന്താ? അറബ് നാടുകളിൽ, പ്രത്യേകിച്ച് കുവൈത്തിൽ, ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ UAE-യിൽ, ദുബൈയിൽ, അതുപോലെ സൗദിയിലെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് 1990കളിൽ ജീവിച്ചിരിക്കുന്ന ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ താല്പര്യങ്ങളുമൊക്കെ ഈ പ്രസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കണമെന്നാണ് അതിൻ്റെ ഓളി അജണ്ട. ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ കുറച്ചൊരു ജാഗ്രത ഇറക്കാണ്ടാവുക ചെറുപ്പക്കാർക്കാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ, അതിൽ പണ്ഡിതന്മാരുണ്ട്, പ്രവർത്തകന്മാരുണ്ട്, നേതാക്കളുണ്ട്, അങ്ങനെ പലരുണ്ട്. അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ അതിനെ പ്രതിരോധിച്ചു. അങ്ങനത്തെ മുതലും ഇവിടെ ഇറക്കുമതി വേണ്ട, ഇവിടേക്കുള്ള കാര്യം ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ പ്രമാണം വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളുമാണ്. അങ്ങനെ ആ നിലക്കെതിരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ 1990കളുടെ അവസാനത്തിൽ ആ യുവാക്കൾക്കെതിരെ, യുവജന വിഭാഗത്തിനെതിരെ ചില ഗൂഢാലോചനകൾ നടന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത
ഒരു പ്രത്യേക തരം യോഗം നടന്നു 999 മെയ് മാസം 13-ാം തീയതി പുളിക്കൽ ജാമിയ സലഫിയിൽ. യോഗത്തിൻ്റെ വിളി ആർക്കാ? നേർക്ക് നേരെ പറഞ്ഞാൽ ദായിമാർക്ക്, പ്രബോധകന്മാർക്കാണ് വിളി. എനിക്കും ക്ഷണമുണ്ടായിരുന്നു. ഇത് ദായിമാരുടെ മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളും പോയത്. ചെന്ന് നോക്കുമ്പോഴോ പ്രബോധകന്മാർ മാത്രമൊന്നുമല്ല, പല കച്ചവടക്കാരുണ്ട്, അവിടെ പല ആൾക്കാരുണ്ട്. എന്നിട്ട് അവിടെ ആ യോഗത്തിൽ തുടങ്ങി വച്ചിരിക്കുന്നൊരു ഫിത്തനുണ്ട്. ആ യോഗം തന്നെ ഫിത്തനായിരുന്നു. അതിൽ തുടങ്ങി വെച്ച ഫിത്തനയുടെ കുറേ കാര്യങ്ങളുണ്ട്. ആ ഫിത്തനയുടെ തുടക്കം കുറിച്ചിരിക്കുന്ന വ്യക്തി ആരാ? അന്നത്തെ യോഗത്തിലെ ഫിത്തനയുടെ തുടക്കം ആരാ കുറിച്ചെന്തറിയോ? ഇന്നത്തെ നമ്മുടെ സഹോദരങ്ങൾ വിഷ്ണം വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയാം, PN അബ്ദുൽ ലത്തീഫ് മദനി. കാരണം ആ യോഗത്തിൽ ആദ്യമായി സംസാരിക്കാൻ അവസരം കിട്ടിയ 4 പേർക്കാ. ആ 4-ൽ ഒന്നാമത്തെ വ്യക്തി PN അബ്ദുൽ ലത്തീഫ് മദനിയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ അന്നത്തെ KNM ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തർക്കും 20 മിനിറ്റ് സമയമാണ് സംസാരിക്കാനുള്ളത്. 20 മിനിറ്റ് സമയം. അങ്ങനെ PN അബ്ദുൽ ലത്തീഫ് മദനി സംസാരിച്ചു തുടങ്ങി. ഒരു 15 മിനിറ്റോളം ലോകാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ, അതിൻ്റെ സംഘടിത പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു നഖചിത്രം അദ്ദേഹം അവതരിപ്പിച്ചു. നല്ല കേട്ടാൽ ഇമ്പമുള്ള സംഗതി തന്നെയാണ്. കാരണം അങ്ങനെ അല്ല, കുറേ ചലനങ്ങൾ അതിങ്ങനെ റിപ്പോർട്ട് ചെയ്തു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് 5 മിനിറ്റ് കൂടി സമയമുള്ളൂ. ആ 5 മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന സകലമാന കുഴപ്പത്തിൻ്റെയും തിരികൊളുത്തിയത്. എന്താ പറഞ്ഞു തുടങ്ങിയത്? ആദ്യത്തെ 15 മിനിറ്റിൽ ലോകത്തെമ്പാട് നടക്കുന്ന സലഫി ചലനങ്ങൾ, എന്നിട്ടോ അതിന് പാര വെക്കുന്ന, അതിനെതിരെ പണിയെടുക്കുന്ന, അത് പൊളിക്കാൻ ശ്രമിക്കുന്ന വിഭാഗം എന്ന നിലക്ക് ഇഖ്വാനികളെയും അക്കൂട്ടത്തിലെ സുറൂരികളെയും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ 15 മിനിറ്റ് കൊണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമുള്ളവരില്ല. കാരണം എന്താ? സ്വാഭാവികമായി എതിരാളികൾ ആരാണോ ആ എതിരാളികൾ തന്നെ കാണണം, അത് സംശയമില്ല. പക്ഷേ ഈ അവസാനത്തെ 5 മിനിറ്റിൽ അദ്ദേഹം സംസാരിച്ചെന്താ അറിയോ? അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ സലഫികൾക്കെതിരെ ശബ്ദമുയർത്തുകയും അവരെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഖ്വാനികളുടെ കേരളത്തിലെ ഏജൻസി പണിയെടുക്കുന്നത് ഇവിടുത്തെ ISM എന്ന പ്രസ്ഥാനമാണ്. ആ ഇഖ്വാനികളുടെ ഒരു കേന്ദ്രം എന്ന നിലക്കാണ് കോഴിക്കോട്ട് മർക്കസുദ്ദാവ സ്ഥാപിച്ചത്. അതിന് ഇഖ്വാനികളുടെ ഖത്തറിലെ നേതാവായിരിക്കുന്ന ഖലീഫ റബ്ബാൻ എന്ന ധനാഢ്യന്റെ പണമാണ് സ്വീകരിച്ചത്. ഇതൊക്കെ അന്ന് പറഞ്ഞ കാര്യങ്ങളാ, പിന്നെ കുറേ മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഈ ഇഖ്വാനികളുടെ ഇവിടുത്തെ ഏജൻസി പണിയെടുക്കുന്ന ISM ആണ്. അതിനു വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനമാണെന്ത്? മർക്കസുദ്ദാവ. അതിന് പണം സ്വീകരിച്ചതോ ഖത്തറിലെ ഇഖ്വാനി നേതാവ് എന്ന് അവർ പറഞ്ഞിരിക്കുന്ന ഖലീഫ റബ്ബാൻ എന്ന് പറയുന്ന ധനാഢ്യനോട്. മാത്രമല്ല ഈ ISMകാർക്ക് സലഫിസത്തോടും സലഫികളോടും ഒക്കെ വലിയ വിയോജിപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വീകരിക്കുന്ന പേരുകൾ എവിടെയെങ്കിലും ഒക്കെ മുജാഹിദ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ തിരുത്തും. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു കടലാസ് എടുത്ത് കാണിച്ചു. എന്താ കാണിച്ചതെന്നറിയോ? ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ എന്ന ISMന്റെ ഫുൾ ഫോം ഇത്തിഹാദ് ശുബ്ബാനിൽ മുസ്ലിമീൻ എന്നാക്കിയിട്ടുണ്ട്. മുജാഹിദ് മാറ്റിയിട്ട് മുസ്ലിം എന്നാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ് കാണിച്ചു. നോക്കുമ്പോൾ എന്താ അറിയോ? ഒരു പത്ര റിപ്പോർട്ടാ. ഇത് അറബ് നാടുകളിലുള്ള ഒരുപാട് പത്രങ്ങളിൽ ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ എന്ന പേര് തന്നെ ഉള്ളപ്പോൾ ഏതോ ഒരു പത്രത്തിൽ അവിടെ അൽ മുസ്ലിം എന്നുള്ളത്. അത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ പേര് മാറ്റം. ഇതിൽ മാത്രമല്ല, ഇവർക്ക് സ്വാധീനമുള്ള പള്ളികളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ സലഫി പേരില്ല, മുജാഹിദ് പേരില്ല, പേര് എല്ലാം പൊതുവായ പേരുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും കുറെ ആക്ഷേപം ഉന്നയിച്ചു. പക്ഷേ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങാണ് ഫിത്ന. ആ ഫിത്നയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആര്? വിഷ്ണം വിഭാഗത്തിൻ്റെ ഇന്നത്തെ നേതാവ് അഥവാ സ്ഥാപക പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3 കൊല്ലം ആ ഫിത്നയുടെ
പരമ്പരകളാണ് നടന്നത്. പലയിടങ്ങളിലായി ഗ്രൂപ്പ് യോഗങ്ങളും എഴുത്തുകുത്തുകളും ഫോൺ വിളികളും അങ്ങനെ സംസാരങ്ങൾ, ഒരുപാട് ഇഷ്യൂസ്. അതിൽ ISMനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണങ്ങളിൽ അന്നത്തെ സാധ്യതകളും സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് പ്രതികരിക്കാൻ പ്രതികരിച്ചു. അതിന് വിഷയം പൊതുവായ പേരിടുക എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിനെതിരാണ് എങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒന്നാമത്തെ സംഘടന പേരെന്നതാ? KJUവിൻ്റെ ഒന്നാമത്തെ സംഘടന KJU അല്ലേ? ഐക്യസംഘത്തിന് ശേഷം ആ സംഘത്തിൻ്റെ പേരിൽ മുജാഹിദ് ഉണ്ടോ? കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ ബാക്കി എന്താ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതിലെന്തില്ല? മുജാഹിദില്ല, സലഫിയില്ല. സംഘടനയുടെ പേരനെ. പിന്നെയും 10-25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു പൊതുസംഘടന എന്ന നിലയ്ക്ക് KNM വരുന്നത്. അപ്പോഴാണ് മുജാഹിദ് എന്നുള്ള പദം കയറുന്നത്. തീർന്നില്ല. ഈ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള 2 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് പുളിക്കൽ അറബിക് കോളേജ്, മറ്റൊന്ന് മോങ്ങത്ത്. രണ്ടിൻ്റെ പേരെന്താ? പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ്. മുജാഹിദീൻ അറബിക് കോളേജ് അല്ല, സലഫി അറബിക് കോളേജ് ഒന്നുമല്ല, മദീനത്തുൽ ഉലൂം അറബിക് കോളേജ്. മോങ്ങത്ത് അൻവാറുൽ ഇസ്ലാം വുമൻസ് അറബിക് കോളേജ്. അവിടെയും മുജാഹിദും സലഫിയൊന്നുമില്ല. അങ്ങനെ എന്നല്ല. ഇവിടെ പിന്നെ ഇടവണ്ണ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനത്തെ പേരെന്താ? ജാമിയ നദവിയ. അതിൽ മുജാഹിദ് ഉണ്ടോ? അതിൽ സലഫി ഉണ്ടോ? അങ്ങനെ ഒരുപാട് വലിയ സ്ഥാപനങ്ങളും ചെറിയ സ്ഥാപനങ്ങളും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു. പഴയ പള്ളികൾ, അതിൻ്റെ പേരുകൾ, ഇതൊക്കെ. അപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ, അനുബന്ധമായി വേറെയും ഒരുപാട് ആരോപണങ്ങൾ ഈ ISM വിഭാഗത്തിനെതിരെ, യുവാക്കൾക്കെതിരെ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്കും എതിരെ ഉന്നയിച്ചു. അനുബന്ധമായി വിശദമായി സംസാരിക്കാൻ സമയക്കുറവുണ്ട്. എങ്കിലും അങ്ങനെ ആ പ്രശ്നങ്ങൾ, ആ വാദകോലാഹലങ്ങൾ അവസാനം 2002 മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിലേക്ക് എത്തിച്ചു. ISMൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന 35 ആളുകൾ പിരിച്ചുവിട്ടുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളെയും നിർജീവമാക്കിക്കൊണ്ട്, മറയിപ്പിച്ചുകൊണ്ട്, തീർത്തും നിരുത്തരവാദപരമായി അന്നത്തെ ചില നേതാക്കന്മാർ എടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം 2ആയി പിളരുന്നത്. അങ്ങനെ പിളർത്തിയിട്ട് എന്ത് ചെയ്തു? ISMനാണ് പിരിച്ചുവിട്ടത്. അപ്പോൾ ISMന് പകരം അവർ വേറെ ISM ഉണ്ടാക്കി. അതിന് പേരെന്താ? അഡ്ഹോക്ക് ISM എന്നാണ്. ആ ISMൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, അതിൻ്റെ ജനറൽ സെക്രട്ടറി CP സലീം, അതിൻ്റെ വൈസ് പ്രസിഡന്റുമാർ KK സക്കരിയ സൊലാഹി, ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ മറ്റു ഭാരവാഹികൾ ഷംസുദ്ദീൻ പാലത്ത് അടക്കമുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആരാ? ഈ സംഘടനയെ പിളർത്തിയിട്ട് അവിടെ പകരം സ്ഥാപിച്ചിരിക്കുന്ന അഡ്ഹോക്ക് കമ്മിറ്റിയുടെ നേതാക്കന്മാരാണ്. അന്നത്തെ അവരുടെ വിദ്യാർത്ഥി വിഭാഗം ഉണ്ടായി. ആ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ഒന്ന് സാക്ഷാൽ നിങ്ങളുടെ നാട്ടുകാരൻ, സുഹൃത്ത് TK അഷ്റഫ്. തീർന്നില്ല, അതുകൊണ്ട് അവസാനിച്ചില്ല. അവിടെ മുതൽ പിന്നീട് കുറച്ചുകൂടി കടന്ന കൈയാണ് എന്ന് പറഞ്ഞാൽ കള്ളക്കേസുകളുടെ തുടക്കം. 2002 ഓഗസ്റ്റ് മാസം 12-ാം തീയതി ISMനെ പിരിച്ചുവിട്ടുകൊണ്ട് പ്രസ്ഥാനത്തെ പിളർത്തിയിരിക്കുന്ന ആളുകൾ അടുത്ത ആഴ്ചയിൽ ഓഗസ്റ്റ് 18-നോ 19-നോ കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്തു. എന്താ കേസ്? വന്യവയോധികനായിരിക്കുന്ന AV അബ്ദുറഹ്മാൻ ഹാജിയും PC അഹമ്മദ് സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരും കുറച്ച് ആൾക്കാരും കൂടിയിട്ട് പട്ടാപ്പകൽ, ഞായറാഴ്ച പട്ടാപ്പകൽ സുമാർ 12 മണിക്ക് കോഴിക്കോട് ആനിഹാൾ റോഡിലുള്ള മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അന്യായക്കാരനായിരിക്കുന്ന KNMന്റെ ജനറൽ സെക്രട്ടറി എന്ത് ചെയ്തു? അവരെ തടുത്തു. അവർ തൽക്കാലം തിരിച്ചുപോയെങ്കിലും കൂടുതൽ ശക്തി സംഭരിച്ച് തിരിച്ചു വരും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ വേണം എന്നാണ് ആവശ്യം. അനുബന്ധമായി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ട് എന്ത് ചെയ്തു? അതിൽ ഇതുകൾ സത്യം എന്ന് എഴുതിപ്പെട്ടു. ആ കേസ് കോഴിക്കോട് കോടതിയിൽ വിചാരണയ്ക്ക് വരുന്നപ്പോഴാ വന്യവയോധികനായിരിക്കുന്ന AV അബ്ദുറഹ്മാൻ ഹാജി മരണപ്പെട്ട ശേഷം, മരണപ്പെട്ടിട്ട് പോലും കേസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മുജാഹിദ് സെന്റർ ആക്രമിക്കാൻ വന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയും ആ ഒരു സാഹചര്യവും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേർക്കുനേരെ കണ്ടതുപോലെ അവതരിപ്പിച്ചു. ആര്? ജനറൽ സെക്രട്ടറി. സാക്ഷി പറയാൻ 12ഓളം ആളുകൾ വന്നു. ആ സാക്ഷി പറയാൻ വന്നവരിലും നമ്മളെ പല സുഹൃത്തുക്കളുണ്ട്. ശരി,
ഈ കള്ളക്കേസ് കൊടുക്കുമ്പോൾ ISMന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാക്കിയ അവരുടെ ISMന്റെ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, അദ്ദേഹം ഇപ്പോൾ ആരാ? വിഷ്ടത്തിന് നേതാവ്. മറ്റൊരാളാ CP സലീം, അദ്ദേഹം ഇപ്പോഴാരാ? വിഷ്ടത്തിന് നേതാവ്. മറ്റൊരാൾ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം ഇപ്പോഴാരാ? വിഷ്ടത്തിന് നേതാവ്. അതുപോലെ അങ്ങനെ കുറേ പേര്. ഈ പറയപ്പെട്ട ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഈ കൊടുത്തത് കള്ളക്കേസാണ്, ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കാൻ പാടില്ല. സത്യം പറയാനും സത്യസന്ധമായി ജീവിക്കുവാനും പഠിപ്പിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ അതിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കള്ളക്കേസുകളും കള്ളസാക്ഷ്യങ്ങളും പിന്നെ കള്ളത്തരങ്ങളും ഉണ്ടായിക്കൂടാ എന്ന് ഈ പറയപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ പറയുകയോ എതിർക്കുകയോ പാടില്ലെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല അന്നത്തെ അവരുടെ MSMന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രസിഡന്റ് രണ്ടാമത് ആര്? TK അഷ്റഫ് പോലും പറഞ്ഞോ പാടില്ല, ഇങ്ങനെ ചെയ്യരുത്, ശരിയല്ല, നമുക്ക് പറ്റിയ പണിയല്ല എന്ന് നിലക്ക് ഒരക്ഷരം മുറിയാടിയോ? അങ്ങനെ വല്ല സംസാരം ഉണ്ടായോ? ഇല്ല. ഈ കള്ളക്കേസുകൾക്ക് മുഴുവനും കൊടുക്കാവുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്തു, മൗനാനുവാദം കൊടുത്തു, അതുപോലെ തന്നെ സഹായിക്കാവുന്ന എല്ലാ സഹായം ചെയ്തു കൊടുത്തു. അന്നത്തെ അവരുടെ ISMന്റെ ലീഡർഷിപ്പിലുള്ള അഡ്വക്കേറ്റ് ഹബീബായിരുന്നു ഇവരുടെ സഹ അഡ്വക്കേറ്റ്. എന്തിൻ്റെ? ഈ കള്ളക്കേസിന്റെ സകലമാന കടലാസും. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വിശ്വത്തിന്റെ കൂടെ ഉണ്ട്, അദ്ദേഹം വിശ്വത്തിന്റെ കൂടെ ഉണ്ട്. ഇനി ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എതിർത്തിട്ടൊന്നുമില്ലെങ്കിലും ഞങ്ങളാരും കേസൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാനും ശ്രമിക്കാറുണ്ട്. എൻ്റെ കയ്യിലുള്ളതേ ഒരു കേസിൻ്റെ ഫയലാണ്. ഈ കേസിൽ അന്യായക്കാരനാരായത്? കേസ് കൊടുത്താൽ ഞാൻ വായിച്ചുതരാം. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് MSM റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് പ്രസിഡന്റ്, ഇദ്ദേഹം പ്രസിഡന്റ് ആണല്ലേ, ഇറ്റ്സ് പ്രസിഡന്റ് TK അഷ്റഫ്, സൺ ഓഫ് മൊയ്തു മാസ്റ്റർ, 27 വയസ്സ്, മുജാഹിദ് സെൻറ്റർ, നഗരം, അംശം, ദേശം, കോഴിക്കോട്. ഇദ്ദേഹമാണ് അന്യായക്കാരൻ അഥവാ കേസ് കൊടുത്താൾ. ഇത് നമ്മൾ തെരഞ്ഞു പിടിച്ചാൽ എന്താ കാരണം അറിയോ? പരപ്പനങ്ങാടി നടന്നുകൊണ്ടിരിക്കുന്ന ഖണ്ഡനത്തിൽ ഇവർ പറഞ്ഞു ഞങ്ങളൊരിക്കലും നിങ്ങൾക്കെതിരെ കേസും കൊടുത്തിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് തെരഞ്ഞപ്പോൾ കിട്ടി. അന്യായക്കാരൻ ഇദ്ദേഹമാണ്. ആരൊക്കെ പ്രതികൾ? 1 മൻസൂർ അലി MT, 28 വയസ്സ്, സൺ ഓഫ് മുഹമ്മദ് മൻസൂർ അലി ജമ്മാട്. 2 ഫൈസൽ PK ചക്കരക്കല്ല്. 3 K അബ്ദുഷുക്കൂർ കോണിക്കൽ. 4 അബൂബക്കർ കാരക്കുന്ന്. 5 ഹുസൈൻ മടവൂർ. അങ്ങനെ 5 പേരെ പ്രതികളാക്കിയിട്ട് TK അഷ്റഫ് കൊടുത്തിരിക്കുന്ന കേസിൻ്റെ ഫയലാണിത്. ഈ കേസിലെ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഫൈൻഡ് ചെയ്യാം. എന്താ പോയിന്റ് അറിയാം? 11ാമത്തെ ഭാഗം. അങ്ങനെ ഇരിക്കെ 23/8/2002 വൈകുന്നേരം സുമാർ 4 മണി സമയത്ത്, എല്ലാത്തിനും സുമാർ ഉണ്ടാവും കേട്ടോ, സുമാർ 4 മണി സമയത്ത് പ്രതികളുടെ നേതൃത്വത്തിൽ ഏതാനും ആളുകൾ അന്യായ പട്ടിക വസ്തുവിലേക്ക് കയ്യേറി പ്രവേശിക്കുവാനും അവിടെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനും അന്യായ പട്ടിക വകകൾ കയ്യേറി കൈവശപ്പെടുത്തുവാനും ഒരു ശ്രമം നടത്തുകയുണ്ടായി. ആരൊക്കെയാണ്? മൻസൂർ അലി ചമ്മാട്, ഫൈസൽ ചക്കരക്കല്ല്, അതുപോലെ ഷുക്കൂർ കോണിക്കൽ, അബൂബക്കർ കാരക്കുന്ന്, അതുപോലെ തന്നെ ഹുസൈൻ മടവൂർ. ഇതിൽ 5-ൽ 4 പേർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയിരിക്കുന്ന അബൂബക്കർ കാരക്കുന്നിനോട് ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? TK അഷ്റഫ് സാഹിബ് എപ്പോഴും പരലോകം വേണം എന്ന് പറഞ്ഞ ആളല്ലേ. ആ പരലോകത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ ഈ മരിച്ചു പോയിരിക്കുന്ന അബൂബക്കർ കാരക്കുന്നിനോട് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ പാതകം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? കാര്യം അത്ര നിസ്സാരമൊന്നുമല്ല. എന്നിട്ട് കുറച്ച് ബാക്കിയുടെ വായിച്ചുതരാം. എന്താ അങ്ങനെ ഒരു ശ്രമം നടത്തുകയുണ്ടായി. അന്യായക്കാരൻ്റെയും സംഘടനാ പ്രവർത്തകരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം പ്രതികളുടെ ആൾക്കാരുടെയും പ്രവൃത്തിയെ തൽക്കാലം തടസ്സപ്പെടുത്തിയെങ്കിലും പ്രതികൾ മടങ്ങിപ്പോകുമ്പോൾ കൂടുതൽ ആൾബലത്തോടുകൂടി വീണ്ടും വരുമെന്നും അന്യായ പട്ടിക വകകൾ കയ്യേറി കൈവശപ്പെടുത്തുമെന്നും തടഞ്ഞാൽ ജീവഹാനി വരുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതുമാകുന്നു. അതുകൊണ്ട് തീർന്നിട്ടില്ല. അടുത്ത വാചകം. പ്രതികൾക്ക് തീവ്രവാദി സംഘടനകളുടെ പിൻബലവും വമ്പിച്ച സാമ്പത്തിക പിന്തുണയും ആൾബലവുമുണ്ട്.
എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവരും ഏതു സമയത്തും അന്യായ പട്ടിക വകകൾ കൈവശപ്പെടുത്തുവാൻ സാധ്യതയുള്ളതുമാകുന്നു. ഇതിൽ സത്യത്തിന്റെ ഒരംശമെങ്കിലും ഉണ്ടോ? ഈ കൊടുത്ത കള്ളക്കേസിന് സത്യത്തിന്റെ ഒരംശമെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന ഡേറ്റിൽ ഈ പറയുന്ന 5 ആളുകൾ നിങ്ങളുടെ അന്യായ പട്ടിക വക എന്ന് പറയുന്ന ഏത് ഓഫീസാവട്ടെ ആ ഓഫീസിലേക്ക് കയ്യേറാൻ വന്നോ? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രവർത്തകരെ തടസ്സപ്പെടുത്തിയോ? എന്നിട്ട് ടി.കെ. അഷ്റഫ് അടക്കമുള്ള ആളുകൾ അവരെ തടഞ്ഞു നിർത്തിയോ? ഒന്നുകൂടെ നോക്കി കളി. ഈ പറയുന്ന ടി.കെ. അഷ്റഫ് പോലും യഥാർത്ഥത്തിൽ അന്ന് ഈ പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിലെങ്കിലും ഉണ്ടായിരുന്നുവോ എന്ന് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ട് വല്ല ഡയറിയിലും കുറിച്ചൊക്കെന്നുണ്ടെങ്കിൽ ആ ഡയറി ഒന്ന് മറിച്ച് നോക്കിയാണ്. മനസ്സിലായോ? അങ്ങനെ എന്നിട്ടോ അവര് അഷ്റഫും എല്ലാം കൂടി കൂടിയിട്ട് ഇവരെ തടഞ്ഞപ്പോ അവർ തൽക്കാലം പിന്തിരിഞ്ഞു പോയി. പോകുമ്പോ ഭീഷണിപ്പെടുത്തി, ഞങ്ങൾ ഇനിയും തിരിച്ചു വരും, കൂടുതൽ ശക്തി സംഭരിച്ചു വരും, നിങ്ങളിതൊക്കെ പിടിച്ചടക്കും എന്ന്. മാത്രല്ല ഈ വന്നവരാരൊക്കെയാ? തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇത് വച്ചിട്ട് ഈ കൊടുത്തിരിക്കുന്ന കള്ളക്കേസിൽ സുഹൃത്ത് അഷ്റഫിനോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതിൽ പറയാൻ സത്യത്തിന്റെ ഒരംശമെങ്കിലും ഈ ഒരു വിഷയത്തിലുണ്ടോ? അങ്ങനെ കളവിലൂടെ, കള്ളത്തരങ്ങളിലൂടെ, കള്ളസാക്ഷ്യങ്ങളിലൂടെ, കള്ളക്കേസുകളിലൂടെ, കള്ള ആരോപണങ്ങളിലൂടെ അവിടെ മുളച്ച് അവിടെ വളർന്ന് അങ്ങനെ വന്നിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ പറയുന്നത് സത്യമാണ് എന്ന് എങ്ങനെ വിശ്വസിക്കാം? ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ടൊന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും വലിയ വിഷയം എന്താ? ഒരുപാട് കുറെ ഫിത്നകളെ ആദർശവൽക്കരിച്ചിട്ട് അതാകുന്നു മുജാഹിദ് പാരമ്പര്യം, അതാകുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, അതിൻ്റെ ആളുകൾ ഞങ്ങളാകുന്നു എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടിത്തറ എവിടെയാ? ഈ കളവുകളില, ഈ കള്ളത്തരങ്ങളില, ബാത്തിലിൽ നട്ടുപിടിപ്പിച്ച, ബാത്തിലിൽ വളർന്നു വന്ന, ആ ബാത്തിൽ വീണ്ടും വീണ്ടും കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം. അവരാണ് മർകസ് ദഅവ വിഭാഗത്തെ ഹദീസ് നിഷേധികൾ എന്ന് ആരോപിക്കുന്നത്, ചേകനൂരികൾ എന്ന് വിളിക്കുന്നത്, മുഅ്തസിലിയാക്കൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യത്ര നിസാരല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ 2002 മുതൽ ഇതിന്റെ ഗതി മാറി കള്ളത്തരങ്ങളിലേക്കും കള്ളക്കേസുകളിലേക്കും പിടിച്ചടക്കലുകളിലേക്കും അങ്ങനെ പോവാണ്. അവിടെയും വല്ല നീതി ഉണ്ടായിരുന്നോ? ജ്യേഷ്ഠനും അനുജനും അല്ലെങ്കിൽ 4 മക്കള്, പാപ്പാക്ക് 4 മക്കളും കൂടി ഒരു കമ്പനിയോ ഒരു ബിസിനസ്സോ തുടങ്ങി. ഒരേ വാപ്പാൻ്റെ മക്കളായതുകൊണ്ട് ഒരേ രൂപത്തിൽ ചിന്തിക്കുന്നു കരുതിയിട്ട് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്വത്തുവകകളൊക്കെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കുറച്ച് കാലം കഴിഞ്ഞ് അവർക്കുള്ള എന്തൊക്കെ ഇഷ്യൂ ആയി. അങ്ങനെ മൂത്ത 2 കാരണന്മാർ കൂടിയിട്ട് എന്ത് ചെയ്തു? താഴെ 2 ആൾക്കാരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പം ഇന്ത്യൻ നിയമപ്രകാരം ഈ സ്വത്ത് ആരുടെ കയ്യിലാ? മൂത്ത ജ്യേഷ്ഠൻ്റെ കയ്യിലാ. കിട്ടുമോ? കിട്ടൂല. എന്നാൽ മതപരമായി ധാർമ്മികമായി ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് നീതിബോധമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെ പുറത്താക്കുന്നതായിരിക്കട്ടെ, അത് ഒരുമിച്ച് പോലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. പക്ഷേ ആ പുറത്താക്കുമ്പോൾ അവരുടെ കൂടി അധ്വാനത്തിൻ്റെയും അവരുടെ കൂടി മൂലധനത്തിൻ്റെയും ഭാഗമായി ഉണ്ടായിരിക്കുന്ന ആ സ്ഥാപനത്തിൽ അവർക്ക് അവകാശപ്പെട്ട് കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാത്ത ഒരാള് നീതിമാനാണ്, സത്യസന്ധനാണ്, ധാർമ്മികതയുള്ളവനാണ് എന്ന് ആരെങ്കിലും പറയോ? യഥാർത്ഥത്തിൽ പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാകുമ്പോൾ സംഭവിച്ച കാര്യതാണ്. മൂത്ത കാരണവന്മാര് താഴെ കർപ്പിച്ചിട്ടു. 2002 സംഘടനയിൽ പിളർപ്പുണ്ടാക്കുന്ന സമയത്ത്, ആ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർമാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ അതുവരെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം. അപ്പം എന്ത് ചെയ്യണം? നീതിപൂർവം ആ വിഷയത്തിൽ വേണമെങ്കിൽ മീഡിയേറ്റർമാരൊക്കെ വെച്ചുകൊണ്ട് തന്നെ സംസാരിച്ച് ഒരു ധാരണ ഉണ്ടാക്കി ഓരോരുത്തർക്കും അവകാശപ്പെട്ട് കൊടുക്കേണ്ട ബാധ്യത ഉണ്ട്. ആ സംഗതി ചെയ്തോ? ഇല്ല. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല,
പരമാവധി ഭൂരിപക്ഷം സ്ഥാപനങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും സാമ്പത്തിക സോഴ്സുകളും പിടിച്ചു വെച്ചോ. പിന്നെയും കിട്ടാതെ പോയത് അത് കള്ളക്കേസ് കൊടുത്തിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഇതാണ് ഇവർ നടത്തിയിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ വലിയ പരമ്പര. ഇരിക്കട്ടെ, അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ISM എന്ന് പറയുന്ന ടീമിനൊക്കെ പിരിച്ചുവിട്ടതുകൊണ്ട് ഇവർ നേരത്തെ സ്വപ്നം കാണുന്ന അവരുടെ മനസ്സിലുള്ള സലഫിയത്ത് ഇവിടെ ഇറക്കുമതി ചെയ്യാനുള്ള സമയം കിട്ടി. ആ സാവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2006 എന്ത് ചെയ്തു? കുറേ സാധനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ ഇവിടെ ഇറക്കി. അങ്ങനെയാണ് ഈ ജിന്ന് വിഷയവും സിഹിർ വിഷയവും കണ്ണേർ വിഷയവും അനുബന്ധമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ വിവാദമായി വന്നത്. ആ വിഷയത്തെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും നേരത്തെ അറിയാത്തത് കൊണ്ടോ, ഒരിക്കലും ആരും ഈ വിഷയത്തിൽ ചർച്ച നടത്താത്തത് കൊണ്ടോ, ഒരു ലേഖനവും എഴുതാത്തത് കൊണ്ടോ, ഒരു പ്രസംഗവും നടത്താത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ അതൊരു വിവാദമായി വരുന്നത് ചില പുതിയ വാദങ്ങൾ ഇതിൻ്റെ തണലിൽ ഈ സലഫിയത്തിൻ്റെ പേരിൽ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ്. അന്ന് 2007 ഒരു കേരള ശബ്ദം എൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. ഇതിൻ്റെ പുറം ചട്ടതൻ എന്താ? മുജാഹിദ് ജിന്ന് യുവതി പീഡിപ്പിക്കപ്പെട്ടു. എടവണ്ണയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിരിക്കുന്ന എടവണ്ണയിൽ നടന്നിരിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഗതി വന്നത്. ഒരുപാട് ആളുകൾ അന്ന് ഈ പ്രസിദ്ധീകരണത്തിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് എന്ത് കാരണത്താലാ? ഇവർ ഇറക്കുമതി ചെയ്തിരിക്കുന്ന സലഫിയത്തിലൂടെ. അവരുടെ സലഫിയത്താണ് പറഞ്ഞത്, അല്ലാതെ മൻഹജു സലഫ് അത് വേറെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഈ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടും, സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടി വരും. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജിന്നെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ ഗർഭം അലസിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ സിഹിറിന് ഒരുപാട് എന്താ പറയുക, അതിൻ്റെ പ്രതിഫലനത്തിൻ്റെ ഒരുപാട് കഥകൾ, കണ്ണേറിൻ്റെ കഥകൾ, അങ്ങനെ പലതും. അങ്ങനെ ഒരുപാട് സംഗതി ഇറക്കിയപ്പോൾ സ്വാഭാവികമായി 2006 അവസാനത്തോടെ 2007 മർക്കസ് ദഅ്വ വിഭാഗം ചെയ്തു? അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. എന്നിട്ട് ആ പ്രതികരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 5 കൊല്ലം നീണ്ടുന്നു. 2012 ആയപ്പോഴേക്ക് അന്നത്തെ KNM വിഭാഗത്തിൽ തന്നെയുള്ള കുറച്ച് മുതിർന്ന ബോധമുള്ള കുറച്ച് പണ്ഡിതന്മാർക്കുണ്ടല്ലോ, അവർക്ക് ഇതിൻ്റെ ദുരവസ്ഥ മനസ്സിലായി, ഇതിൻ്റെ ഗൗരവം മനസ്സിലായി. സ്വാഭാവികമായും അവർ ഈ വാദഗതികളുമായി രംഗത്ത് വന്നിരിക്കുന്ന ആളുകളെ പിടിച്ചു കെട്ടാൻ നോക്കിയിട്ടുണ്ട്. അതിന് സാധ്യമാകാതെ വന്നപ്പോൾ സ്വാഭാവികമായി ഈ ആളുകൾക്ക് പുറത്തേക്കുള്ള വാലോ നിർത്തും. അവരെ പിടിച്ച് പുറത്താക്കുകയോ അല്ലെങ്കിൽ ഇവർ സ്വയം പുറത്തു പോരുകയോ ചെയ്തു എന്ന് 2012 അവസാനത്തോടെ. അങ്ങനെ പുറത്തു വന്ന് പിന്നീട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വിഷ്ടം എന്ന പേര് സംഘടന രൂപീകരിച്ചിരിക്കുന്ന ആളുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ടീം. ഇവരിൽ എവിടെയാണ് സത്യസന്ധത പ്രതീക്ഷിക്കാനുള്ളത്? എവിടെയാണ് ആദർശം പ്രതീക്ഷിക്കാനുള്ളത്? അന്ധവിശ്വാസ മുക്തമായിരിക്കുന്ന ഒരു ആദർശം എവിടെ കാണാൻ പറ്റും, എവിടെ കേൾക്കാൻ പറ്റും? അതാ ചോദിക്കുന്നത്. കാരണം എന്താ? ഇതിന് മുഴുവൻ നേതൃത്വം കൊടുത്ത ആൾക്കാരാണ്. ഈ പറയുന്ന എല്ലാ സംഗതികൾക്കും അതിൽ അന്നത്തെ അവരുടെ അഡ്ഹോക്ക് കമ്മിറ്റി ISM-ഉം അതുപോലെ തന്നെ TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള MSM-ഉം അടക്കമുണ്ട്. ഇതിൻ്റെ തമാശ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഗ്രൂപ്പ് യോഗത്തിലെ ഒന്നാമത്തെ പ്രഭാഷകനായിരിക്കുന്ന പിയറതുലത്തി മദനിയുടെ ആരോപണങ്ങൾ പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? മുജാഹിദ് പേരുകൾ സ്വീകരിക്കാത്ത, സലഫി പേരുകൾ സ്വീകരിക്കാത്ത ആളുകളാകുന്നു ISM-കാരെന്നാണ്. അങ്ങനെയുള്ള PN-ന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ പേരിൽ എവിടെയെങ്കിലും മുജാഹിദ് ഉണ്ടോ? സലഫി ഉണ്ടോ? സംഘടന പേരിൽ മാത്രമല്ല, പ്രസ്ഥാനത്തിന് പ്രസിദ്ധീകരണത്തിൻ്റെ പേരിലുണ്ടോ? സ്ഥാപനത്തിൻ്റെ പേരിലുണ്ടോ? എന്താ സംഘടനയുടെ പേര്? വിസ്ഡം. അതും വലിയ തമാശയാണ്. എന്താ? ഒരു കാര്യത്തെ ബുദ്ധിപരമായി സമീപിക്കണം എന്ന് പറഞ്ഞാൽ അഖലാനിയാകും, യുക്തിവാദിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിയെ പൂർണ്ണമായി നിരാകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതേ അർത്ഥം വരുന്ന പദം ഉപയോഗിച്ച സംഘടനയ്ക്ക് പേരിട്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, മുമ്പ് ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾക്കിടെ പേരെന്താ? ഖദരിയാക്കൾ. ഖദറിനെ നിഷേധിക്കുന്ന ആളുകളുടെ പേര് ഖദരിയാക്കൾ. എന്ന പോലെ ബുദ്ധിയെയും യുക്തിബോധത്തെയും നിരാകരിക്കുന്ന ആളുകൾ അവർക്ക് സ്വീകരിച്ചിരിക്കുന്ന പേരാണെന്ത്? വിസ്ഡം. ഇനി പ്രസിദ്ധീകരണത്തിന്റെ പേരോ
അതിൽ മുജാഹിദോ സലഫി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു നേരും പറഞ്ഞില്ലെങ്കിലും പേര് നേർപദം എന്നാണ്. നേരല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും പദം പേര് നേർപദം. ഇനി സ്ഥാപനം ഉണ്ടാക്കിയപ്പോൾ പേരെന്താ? ജാമിയ സലഫിയ എന്നാണോ? ജാമിയ മുജാഹിദ് എന്നാണോ? അങ്ങനെ പറഞ്ഞില്ലാണോ? അല്ല, പിന്നെന്താ? ജാമിയ അൽ ഹിന്ദ്. അപ്പോൾ ഞാൻ അതിന് വിരോധാഭാസം പറഞ്ഞത്, ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് യോഗത്തിൽ ഒന്നാമത്തെ സംസാരത്തിലൂടെ ഈ ഫിത്നക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന PN അബ്ദുൽ ലത്തീഫ് മദനി അന്ന് ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടായിരുന്നു പേര് മുജാഹിദ് പേര് സ്വീകരിക്കുന്നില്ല, സലഫി പേര് സ്വീകരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആള് ഉണ്ടാക്കിയിരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും പ്രസിദ്ധീകരണത്തിൻ്റെയും പേരിൽ എവിടെയും ഒരു മുജാഹിദും ഒരു സലഫിയും ഇല്ല. അപ്പോൾ ഈ കാപട്യം ബോധ്യമാവേണ്ടതല്ലേ? അങ്ങനെ ഈ വിഷയം ഒരു 2012 ഈ സാധനങ്ങളെ മൊത്തം ഈ ഭൂതങ്ങളെ കമ്പ്യൂട്ടർ പിടിച്ച് പുറത്താക്കി. എന്നാലും കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്, നമുക്കറിയാം. അതിരിക്കട്ടെ. അങ്ങനെ പുറത്താക്കിയപ്പോൾ ഇവരെന്ത് ചെയ്തു? അവരുടെ സംഘടനാ സംവിധാനം ഒന്ന് കെട്ടിപ്പടുക്കാൻ വേണ്ടി കുറച്ചു കാലം ഈ വാദഗതികളൊക്കെ വല്ലാതെ പുറത്തിറക്കില്ല. ജിന്നി വിവാദങ്ങൾ, സിഹിർ വിവാദങ്ങൾ, കണ്ണേറ് വിവാദങ്ങൾ, അങ്ങനെ അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തിറക്കില്ല. ഏതാണ്ട് അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ഒരു രൂപത്തിലൊക്കെ ആയി എന്ന് തോന്നിയപ്പോൾ അവർ വീണ്ടും ഈ പരിപാടികൾ വീണ്ടും ആരംഭിച്ചു. അതിപ്പോൾ കുറച്ചുകൂടി വ്യാപകമായി അവർ തുടക്കം കുറിച്ചത് ഈ 2024 തുടക്കത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ 23 അവസാനത്തോടു കൂടിയാണ്. അന്ന് നമുക്ക് നേരെ കുറേ ആരോപണങ്ങൾ കുറച്ച് നേരത്തെ ഉണ്ട്. ആരോപണം ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്ന ആളുകൾ അവർ പറഞ്ഞു വച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്ത്? ജിന്നി വിവാദം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത വാദഗതികൾ ഇവിടെ തുടക്കം കുറിച്ചത് മർക്കസ്തവ വിഭാഗമാകുന്നു. അതിൻ്റെ പേരിലാണ് 2002 പിളർപ്പ് വരെ ഉണ്ടായത് എന്ന് ഈ അടുത്ത് നടന്നിരിക്കുന്ന പരപ്പനങ്ങാടിലെ പ്രഭാഷണത്തിൽ വരെ സാക്ഷാൽ ഫൈസൽ മുസ്ലിയാർ വരെ എടുത്തു പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ 2002 വിവാദങ്ങളിൽ 99 മുതലുള്ള ചർച്ചകളിൽ 2002 പിളർപ്പിലേക്ക് എത്തിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ജിന്നുമായി സിഹിറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയും അതിനെ അവരൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതാണ് പ്രശ്നം. അതേ ഫൈസൽ മുസ്ലിയാർ അവരുടെ തന്നെ സ്വകാര്യ സംഭാഷണം ഞാൻ പറയുന്നില്ല, പുറത്തേക്ക് വിടുന്ന സംഭാഷണം തന്നെയാണ്. അതിൽ പറഞ്ഞു വെച്ചതോ 2002 പ്രശ്നകാലത്ത് ജിന്ന് വിവാദമേ ആയിരുന്നില്ല, അങ്ങനത്തെ വിഷയമേ ഉണ്ടായിരുന്നില്ല. ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയമല്ല. സമസ്തക്കെതിരെ അവരെ തൗഹീദ് പഠിപ്പിക്കാൻ, ഷിർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ പണിയൊക്കെ എടുത്ത് ഇതൊക്കെ എഴുതി പഠിപ്പിച്ചത്. പക്ഷെ നമ്മുടെ ഇടയിൽ വിവാദങ്ങളുണ്ട്. അതിന്റെ പശ്ചാത്തലം തീർച്ചയായും അതേ ഒരു തേട്ടം എപ്പോൾ പ്രാർത്ഥനയാവും ആവില്ല. ഇതാണ് നമ്മളും സമസ്തയും തമ്മിലുള്ള തർക്കം. അവരെ വാദപ്രകാരം നേരത്തെ പറഞ്ഞു, അഭൗതികമായി സഹായിക്കുന്ന ആരെ കുറിച്ചും വിശ്വസിക്കാം, ഒരു പ്രശ്നമില്ല. കാരണം അള്ളാഹു കൊടുത്ത കഴിവാന്ന് വിചാരിച്ചാലും മതി, മരണശേഷം കുറച്ചുകൂടി എന്ന് അവര് പറഞ്ഞു, അല്ല നമ്മളും പറഞ്ഞു. അപ്പൊ ആ രണ്ട് തേട്ടങ്ങൾ വേർതിരിക്കാനാണ് നമ്മളിവിടെ ഇതൊക്കെയും പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അവിടേക്ക് നമ്മൾ പറഞ്ഞ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ പിന്നീട് ചില വ്യതിയാനങ്ങൾ സംഭവിച്ചു. അതാണ് വിവാദങ്ങളുടെ. ഇപ്പോൾ 2002 മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദ്യമായി ഒരു പിളർപ്പുണ്ടാകുന്നത്. അന്ന് യഥാർത്ഥത്തിൽ ജിന്ന് ഒരു പരാമർശ വിഷയമല്ല. അന്ന് ജിന്നോ ഒന്നും വന്നിട്ടില്ല. അന്ന് മറ്റു പല വിഷയങ്ങളാണ്. അന്ന് തറാവീഹ് മൻഹജ് അടക്കമുള്ള വിഷയങ്ങൾ വന്നു. അതുപോലെയുള്ള ചില വിഷയങ്ങളാണ് അർത്ഥം മാറ്റിയത്, കുനൂത്ത് കുനൂത്തിനെ കുറിച്ച് പരാമർശങ്ങൾ വന്നത്. ഇതൊക്കെയാണ് അന്ന് ചർച്ചയിൽ വന്നത്. അന്ന് ജിന്നു ശൈത്താനും വിഷയമേ ആയിട്ടില്ല. കാരണം അന്ന് ഈ വിഷയത്തിൽ തർക്കമില്ല. എന്നാൽ പിന്നീട് അബ്ദുസ്സലാം അപ്പോൾ പറഞ്ഞെന്താ 2002 പിളർപ്പിന്റെ കാരണങ്ങളിൽ പ്രധാനമായി ഇവർ ഇപ്പോൾ പരപ്പനങ്ങാടിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ജിന്ന് വിവാദം ഉണ്ടാക്കിയെന്നാണ്. എന്നാൽ അവർ തമ്മിൽ സംസാരിക്കുമ്പോഴോ 2002 ജിന്നൊരു പരാമർശ വിഷയമേ ആയിരുന്നില്ല. അന്ന് കുനൂത്തും അതുപോലെ തറാവിയും അങ്ങനത്തെ പല വിഷയങ്ങളൊക്കെ ഒന്ന് ചർച്ചയ്ക്ക് വന്നത്. അതിനാണ് വസ്തുത. പക്ഷേ നമ്മൾ കരുതി ഇത് അതോടുകൂടി നിർത്തിയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് നടന്നിരിക്കുന്ന അവരുടെ 8 മണിക്കൂർ പ്രോഗ്രാമിൽ പ്രധാനമായും ഇവരിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് ആവർത്തി സംസാരിച്ച വിഷയം എന്താ? 2002 മുതൽ 2012 വരെ 2002 മുതൽ 2012 വരെ ജിന്ന് വിഷയത്തിലും സിഹിർ വിഷയത്തിലുമൊക്കെ
മർക്കസ്തവ വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായി സംസാരിക്കുകയും അപ്പോൾ ഇവരടക്കം നേരിടുകയും 2012 ആ നേരിട്ടിരുന്ന ടീം 2 തീരുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ കളവുകൾ ഇങ്ങനെ ആവശ്യാനുസരണം മറിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല 2002 പ്രശ്നമുണ്ടായി എന്ന് പറയാൻ ഇവർ കണ്ടെത്തിയിരിക്കുന്ന ന്യായമാണെന്ത്? ജിന്നുകളും മലക്കുകളും അഭൗതികമാണ്, അത് ഭൗതികമല്ല അഭൗതികമാണ് എന്ന് മർക്കസ്തവ വിഭാഗം പറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ച് സംസാരിക്കേണ്ടി വന്നത്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളും മലക്കുകളുമൊക്കെ അദൃശ്യലോകത്ത് ആലമുൽ ഗൈബിൽപ്പെട്ടവരാണ് എന്നും അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ അവയൊക്കെ അഭൗതികമാണ് എന്നും മുജാഹിദ് പ്രസ്ഥാനം മുമ്പേ പറഞ്ഞു പോരുന്നതും മർക്കസ്തവ പ്രത്യേകമായി പറയാതെ തന്നെ എല്ലാവരും ഒരേപോലെ പറഞ്ഞു തന്നൊരു കാര്യമാണ്. അത് മർക്കസ്തവക്കാർ മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനം മൊത്തത്തിൽ മാത്രമല്ല, ഫൈസൽ മുസ്ലിയാർ വരെ പറയുന്നുണ്ട്. ആ പറയുന്ന ഭാഗം കൂടെ നമുക്ക് കൂടെ അടുത്ത കൽപ്പിക്കുന്നുണ്ട്. ബഹുമാനായ നാസസുല്ലമിയുടെ വാദത്തിന് ഖണ്ഡനമായി എൻ്റെ വാദം ഈ രൂപത്തിൽ ഞാൻ മാറ്റിയെഴുതുന്നു. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ഷിർക്കായതും വസിയത്തു ഷിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ഷിർക്കായതും വസിയത്തു ഷിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. കേട്ടല്ലോ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്നുകളും മലക്കുകളും അവരൊക്കെ അദൃശ്യരാണ്, അഭൗതികരാണ്. അതുകൊണ്ട് അവരോട് സഹായം തേടുന്നത് ഷിർക്കാകുന്നതും വസീലത്തു ഷിർക്കാകുന്നതുമുണ്ട്. അതുകൊണ്ട് എല്ലാം ഹറാമാണ്. അവിടെ പറഞ്ഞ വിഷയം എന്താ? ജിന്ന് മലക്കൊക്കെ അദൃശ്യ ജീവികളാണ്, അഭൗതിക ജീവികളാണെന്നാണ്. പിന്നെ നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ള, പിന്നെ ആരെക്കുറിച്ച് നമ്മൾ പറയുന്നത്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പറഞ്ഞ കാര്യമാണത്. നമ്മൾ അത്ര പറഞ്ഞുള്ളൂ, അതിലപ്പുറത്തേക്ക് അത് വിഷയമില്ല. ആ ആലമുൽ ഗൈബിലുള്ള ആ ജിന്നുകളോട് മലക്കുകളോട് നമ്മൾ സഹായാർത്ഥന നടത്തിയാൽ അത് കേവലം വസീലത്തു ഷിർക്കോ അല്ലെങ്കിൽ ഹറാമോ ആയി പരിമിതപ്പെടില്ല. പിന്നെ അത് പച്ച ഷിർക്കാണ്. അതാണ് വിഷയം. ആ കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് എന്ത് ചെയ്തത്? ഒരു പുകമറ ഉണ്ടാക്കിയിട്ട് ചില മറുപടികൾ പറയാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഇവർ ഇറക്കുമതി ചെയ്തിരിക്കുന്ന ജിന്ന് വിവാദവും സിഹിർ വിവാദവും ഒക്കെ ഉണ്ടല്ലോ, അതിനെ മറികടക്കാൻ വേണ്ടി അതിൻ്റെ അനുബന്ധമായി ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ ഹദീസ് നിഷേധികളാണ്, ചേകനൂരികളാണ്, മുഅ്തസിലാക്കളാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതിലേക്ക് ഉദാഹരണമായി പറഞ്ഞു വെച്ച പല കാര്യങ്ങളോ മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന കൃതികളിലോ സംസാരിച്ചിരിക്കുന്ന സംസാരങ്ങളിലോ ഒക്കെയുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സംസം വെള്ളത്തിൻ്റെ പിന്നെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ എഴുതുന്നത് അബ്ദുസ്സലാം സുലമി ഏത് കാലത്താ? മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിന് മുമ്പ്. ഏത് പുസ്തകത്തിലാ? കേന്നം എന്ന സംഘടന മുജാഹിദ് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേന്നം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ അന്ന് അതുമായി ബന്ധപ്പെട്ട പരാമർശം വരുമ്പോൾ അതൊരു ഹദീസ് നിഷേധമായി, തള്ളിക്കളയലായി, നിരാകരിക്കലായി, ആക്ഷേപമായി ആരെങ്കിലും ഉന്നയിച്ചോ? ഇല്ല. മാത്രമല്ല, അതിന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് സംശയം ഉന്നയിച്ചുകൊണ്ട് അൽമനാറിലേക്ക് ചോദ്യം വന്നപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി കൊടുത്തിരിക്കുന്ന ഉത്തരമോ ഇത് ഹദീസ് നിഷേധമാണ് എന്നല്ല, ഇത് മറിച്ച് നിരൂപണമാണ്. ആ നിരൂപണത്തിലുള്ള സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന നിലക്ക് അതിനെ അംഗീകരിച്ചുകൊണ്ട് മറുപടിയാണ് കൊടുത്തത്. എന്നാൽ പിന്നീട് 4-5 കൊല്ലം കൂടി കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? ഇത് ഹദീസ് നിഷേധമായി മാറിയത്. എന്താ കാരണം? പിളർപ്പുണ്ടാക്കുന്ന സമയത്ത് അബ്ദുസ്സലാം സുലമി ജോലി ചെയ്യുന്നത് ജാമിയ നദവിയിലാണ്, എടവണ്ണ. സ്വാഭാവികമായി അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇവർ കരുതിയത് അദ്ദേഹം ഇവരുടെ എല്ലാ കുതന്ത്രങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം കൂട്ടുന്നില്ല. അദ്ദേഹത്തെ പല നിലക്കും പ്രലോഭിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും നോക്കി, നടന്നില്ല. അവസാനം അദ്ദേഹത്തെ അവിടുന്ന് കുത്തി പുറത്താക്കി. ചിലർ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് ഇവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, കത്ത് കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതിനൊന്നും വഴങ്ങാതിരുന്നപ്പോൾ അദ്ദേഹത്തെ ജാമ്യം എന്ന് കുത്തി പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ ശേഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹം പുറത്ത് പോന്ന ശേഷമാണ് അദ്ദേഹത്തിനെതിരിൽ ഹദീസ് നിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ഉന്നയിക്കാൻ തുടങ്ങിയത്. ആ ഉന്നയിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടായിരിക്കെ തന്നെയാണ്, അഥവാ 999 മുമ്പ് ഉണ്ടായിരിക്കെ തന്നെയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്ന ഫിത്നയിലേക്ക്, ആ ടീമിലേക്ക് അദ്ദേഹത്തെ പലതവണ ഉത്തരവാദപ്പെട്ട ആളുകൾ ക്ഷണിച്ചതും അതുപോലെ സൽക്കരിക്കാൻ നോക്കിയതും. ഇതിന് വഴങ്ങാതിരുന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെയുള്ള ദുരാരോപണങ്ങൾ ഉയർന്നു വന്നത്. ഓരോ വിഷയത്തിൽ കാണാൻ പറ്റും. ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഏറ്റവും അവസാനത്തിൽ വന്നൊരു സാധനമാണെന്ത്, ഈ ഹജറുൽ അസ്വദ് അതൊരു സാധാരണ കല്ലാണ് എന്ന വാദം ആർക്കുണ്ട്? മർക്കസ് ദവക്കാർക്കുണ്ട്. അത് അഹ്ലുസുന്നക്കെതിരാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിനെതിരാണ്. അങ്ങനെ കുറേ എതിരുണ്ട്. ആ എതിര് എവിടുന്നാ തുടങ്ങണേ നമുക്ക് പറഞ്ഞു നോക്കാം. ഹജറുൽ അസ്വദിനെ കുറിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന ശബ്ദം ഞാൻ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ കണ്ടെത്തുമ്പോൾ എവിടെ നിന്നുള്ളത്. ഹജറുൽ അസ്വദ് എന്നാണ് ഹെഡിങ്. ഇത് ഈ മുതൽ ഇറങ്ങിയിട്ട് ഏകദേശം 42 കൊല്ലായി. മനസ്സിലല്ലോ, മിഞ്ഞാന്നിറങ്ങി നിൽക്കുന്ന ശബാബിലുള്ളത് 42 കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ്. പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന സംസാരമാണ്. കേട്ടോക്കാം. ഹജറുൽ അസ്വദ് ഇബ്രാഹിം നബിക്ക് മുമ്പ് തന്നെ കഅബ ഒരു ആരാധനാലയമായിരുന്നു എന്ന് പ്രസ്താവിച്ചുവല്ലോ. കഅബ സ്ഥിതി ചെയ്യുന്നത് 2 മലകൾക്കിടയിലുള്ള താഴ്വാരത്താകയാൽ മലകളിൽ നിന്നുള്ള മടവെള്ളവും മറ്റും ഒലിച്ചു വന്ന് ആ ദേവാലയത്തിന് പലപ്പോഴും കേടുവരുത്തിയിരുന്നു. ഇബ്രാഹിം നബി അതിന് പുനർനിർമ്മാണം നടത്തുമ്പോൾ പഴയ എടുപ്പിൻ്റെ പുരാതന അവശിഷ്ടമായി സൂക്ഷിക്കാവുന്ന ഒരു കറുത്ത കല്ലുണ്ടായിരുന്നു. ആ കല്ലിനെ പ്രത്യേകം സൂക്ഷിക്കുകയും കഅബയുടെ ഒരു മൂലയിൽ വെക്കുകയും ചെയ്തു. തവാഫ് ആരംഭിക്കുവാനും അവസാനിക്കുവാനും ഒരടയാളം എന്ന നിലക്ക് കിഴക്ക് തെക്കേ മൂലയിലെ ഭിത്തിയിലാണ് അത് വെച്ചത്. അതിപുരാതനമായ ഒരു ചരിത്രത്തിൻ്റെ അവശേഷിക്കുന്ന ദൃഷ്ടാന്തം എന്നതിൽ കവിഞ്ഞ യാതൊരു അസാധാരണ പ്രത്യേകതയും ആ കല്ലിന് മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നില്ല. ഏത്? ഹജറുൽ അസ്വദിന് യാതൊരു അസാധാരണ പ്രത്യേകതയും മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നില്ല. ഇബ്രാഹിം നബിയുടെയും മറ്റും പൂർവിക പ്രവാചകന്മാരുടെയും കരസ്പർശമേറ്റ ഒരു കല്ലെന്ന നിലയിൽ സ്നേഹപ്രകടനമായി റസൂലും സഹാബത്തും അതിനെ ചുംബിച്ചിരുന്നു. പരമാർത്ഥം ഇതാണെങ്കിലും നമ്മുടെ ചില ആളുകൾ ആ കല്ലിന് അമിത പ്രാധാന്യം നൽകുകയും ആദരിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കിയ ചിലർ മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ കഅബയിലെ ഒരു കല്ലിനെ ആരാധിക്കുന്നുവെന്ന് എഴുതി വിട്ടിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരെ പറയുന്നുണ്ട്. ഉമർ ഖത്താബിൻ്റെ വാചകത്തെ ഇവിടെ പരിഭാഷപ്പെടുത്തിയപ്പോൾ കൊടുത്തിരിക്കുന്ന പദം എന്താ അറിയോ? എന്താ പറഞ്ഞത്? ഉമർ ഖത്താബ് പറയാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിപരീതമായി അവർ അനങ്ങുകയിൽ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞാരോ? നീ വെറും ഒരു കല്ലാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്താണ്? നീ വെറും ഒരു കല്ലാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആരാ പറഞ്ഞത്? ശബാബിലെ ലേഖനക്കാരനല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ് ഞാനിവിടെ ഔദ്യോഗികമായിരിക്കുന്ന രൂപത്തിൽ വായിച്ചത്. അത് എന്താണ്, ആരാണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ തലക്കാലങ്ങൾ കണ്ടെത്തിക്കൊള്ളി. നിങ്ങൾ ഭയങ്കര ഗവേഷകന്മാരാണ്. എന്നിട്ട് പറ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞാൻ ഇതിന് പറഞ്ഞത് 42 കൊല്ലം പഴക്കമുള്ള കാര്യമാണിത്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഹജറുൽ അസ്വദിന് യാതൊരു പ്രത്യേകത ഇല്ല എന്ന് പറയുന്നവരാണ് മർക്കസ് ദവക്കാർ. സംസം വെള്ളത്തിന് യാതൊരു പ്രത്യേകത എന്ന് പറയുന്നവരാണ് മർക്കസ് ദവക്കാർ. ആ റിപ്പോർട്ട് സ്വീകരിക്കുന്നില്ല, ഈ റിപ്പോർട്ട് സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉന്നയിക്കുന്നതിന് അടിസ്ഥാനം ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന അന്ധവിശ്വാസ ജടിലമായിരിക്കുന്ന അവരുടെ ആദർശം എന്ന് പറയുന്ന സംഗതിയുണ്ടല്ലോ, അതിനെതിരെ ശക്തമായി, സജ്ജമായി, പ്രമാണബദ്ധമായി, യുക്തിഭദ്രമായി പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, എതിർക്കുന്നു, പ്രതിരോധിക്കുന്നു എന്ന കാരണത്താൽ മാത്രമാണ് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് അതിലൂടെ വളർന്നു വന്നിരിക്കുന്ന, ബാത്തിലിൽ നട്ട് ബാത്തിലിൽ വളർന്ന് ബാത്തിലിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ ഇപ്പോഴും നമുക്കെതിരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ബാത്തിലാണ്, കളവാണ്, കള്ളത്തരങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ കള്ളത്തരങ്ങൾക്കെല്ലാം ഒരു ആശയത്തിൻ്റെ, ആദർശത്തിൻ്റെ പരിവേഷം നൽകിയത് കൊണ്ട് മാത്രം
വെള്ളപൂശി പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല. അത്രയും ഗുരുതരമായിരിക്കുന്ന അബദ്ധങ്ങളും അപാകതകളും അപകടങ്ങളുമാണ് ഇവർ വരുത്തി വച്ചിരിക്കുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. പടച്ച റബ്ബ് കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.